നിളയെ ഇന്റർവ്യൂ ചെയ്യുന്നത് കൊണ്ട് അവർക്ക് വേറെ എന്തൊക്കെയോ ആവശ്യങ്ങളായിരുന്നു. ഭവാനി ഒന്ന് മനസ്സ് വെച്ചാൽ ഈ കലവറ നമുക്കൊരു മണിയറയാക്കാം. അതെങ്ങനെ കണ്ട ഏപ്പറത്തിൽ അസിസ്റ്റന്റ് ആയിട്ട് നടന്നവനെയൊക്കെ പിടിച്ച് ക്യാമറാമാൻ ആക്കിയാ ഇതല്ല ഇതിനപ്പുറം സംഭവിക്കും. അതൊന്നും എൻ്റെ അടുത്ത് കിട്ടില്ല എന്നുള്ള ഉറപ്പുണ്ടായതുകൊണ്ട് അങ്ങനെ കുറെ പേര് പോയിട്ടുണ്ട്. അയ്യോ എന്റെ തൊഴിലാണ് സത്യം. അങ്ങനെ ഒരു ചീത്ത ലക്ഷ്യം മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ആളല്ല ഈ ചന്തുകുട്ടി. 2 ആഴ്ച കൊണ്ട് തന്നെ 60,000 വരെ സബ്സ്ക്രൈബേഴ്സും കൂടി വന്നിട്ടുണ്ട്. അപ്പൊ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. പക്ഷെ സഹകരിക്കണം. ഞങ്ങൾക്ക് ഇവിടെ തലകുത്തി നിന്നിട്ട് പോലും ഇത്രയും സബ്സ്ക്രൈബേഴ്സ് പോകട്ടെ, ഒരു വ്യൂവേഴ്സ് പോലും ഉണ്ടാക്കാൻ ഭയങ്കരമായിട്ട് പണിപ്പെടുന്നുണ്ട്. 2 ആഴ്ച കൊണ്ട് 50,000 വരെ സബ്സ്ക്രൈബേഴ്സും വ്യൂസും, ഒരുപാട് വ്യൂസും, മില്യൺ കണക്കിനുള്ള വ്യൂസും ആണുള്ളത്. ചേച്ചി ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോണ പ്രശ്നമേ ഇല്ല. ഞാൻ ഇവിടെ തന്നെ കാണും. എന്താണ് അതിന് പിന്നിൽ? എന്തെങ്കിലും ബ്ലാക്ക് മാജിക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ചാനലിൽ ആളെ കൂട്ടാനുള്ള പുതിയ ടെക്നിക്ക് ആയിരിക്കും അല്ലേ? അതെ, എല്ലാ ദിവസവും മുഖം മാത്രമല്ലേ കാണുന്നത്. ഇന്നത്തേക്ക് ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് കരുതി. ലാലേട്ടൻ പറഞ്ഞ പോലെ എന്തോ ആളുകൾക്ക് എന്നെ ഇഷ്ടമാണ്. അതിനുള്ള കഴിവുണ്ടാക്കിയത് ഇന്റെ വേർപ്പാ. ഇഷ്ടമാണോ അതോ മലയാളികളുടെ സ്ഥിരം ഒരു ത്വരയില്ലേ, മറ്റൊരാളുടെ ലൈഫിനെ കുറിച്ച് അറിയാനുള്ള ഒരു ത്വര? എന്തൊരു സാക്ഷര കേരളം. ഇഷ്ടം പോലെ ആളുകൾ വീഡിയോ ചെയ്യുന്നില്ലേ, അവരോട് ആരോടും ഇല്ലാത്തൊരു ത്വര എന്നോട് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അവർക്ക് എന്നിൽ എന്തെങ്കിലും അവർ കാണുന്നുണ്ടാവും. എഫേർട്ട് എടുത്തിട്ട് ചെയ്യുന്ന വീഡിയോക്ക് താഴെയൊക്കെ ഒരുപാട് ബാഡ് കമന്റ് ഒക്കെ ചേച്ചി ഫേസ് ചെയ്തിട്ടുണ്ടാവല്ലോ. അപ്പൊ എന്താ ചേച്ചി തോന്നുന്നത്? എന്തെങ്കിലും കുഴപ്പം പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തുറന്നു പറ. എല്ലാവരും എന്റെ വീഡിയോസ് കണ്ടിട്ടാണ് ഒന്നാമത് കമന്റ് ചെയ്യുന്നത്. സ്വന്തമായിട്ട് വെബ്സൈറ്റ് ഉള്ള ടീമാ www.sarasu.com. ഈ വീഡിയോസ് എല്ലാം എൻ്റെ ന്യൂഡ് വീഡിയോസ് അല്ലെങ്കിൽ സെമി ന്യൂഡ് വീഡിയോസ് ഇതെല്ലാം കണ്ടിട്ടാണ് അവരെല്ലാവരും എനിക്ക് എതിരായിട്ട് കമന്റ് ചെയ്യുന്നത്. എല്ലാം കാണിച്ചു വച്ചതും പോരാ, ഇനി അത് പബ്ലിക്കായിട്ട് തുറന്നു പറയുന്നത്. ആരെങ്കിലും പാപം ചെയ്യാത്തതുണ്ടോ മക്കളെ കല്ലെറിയൂ, ഞാൻ കൊള്ളാൻ റെഡിയാണ്. സത്യത്തിൽ ആ ചേച്ചിക്ക് എന്താ പറ്റിയത്? ആ ചേച്ചി പണ്ടൊന്നും മദിരാശി പോയതാണ്. എന്തിന്? നടിയാവാനായിട്ട്. വെറുതെ ആയി. തെറ്റ് ചെയ്യാത്തവരായി ആരുണ്ട് ഗോപു എന്ന് പറയുന്ന പോലെ കിന്നാര തുമ്പികൾ സീമ ചേച്ചിയുടെ കണ്ടിട്ടുണ്ടോ? ഇല്ല നല്ല പടല്ലേ, കാണണം കേട്ടോ. വരാൻ പോകുന്ന ഒരു ഷക്കീല അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സിൽക്ക് സ്മിത എന്നൊക്കെ പറയുന്നുണ്ട്. ആ കമന്റ് ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്നെന്തിനെ പൊക്കി പറയണേ? കിടക്കട്ടെ, എന്നെ കൊണ്ട് ഇതൊക്കെ അല്ലേ പറ്റുള്ളൂ. പിന്നെ പോത്തിനെയാത്തക്കെന്ന് പറഞ്ഞ കോപ്പല്ലേ. എന്താ തോന്നുന്നത് ചേച്ചിക്ക് അതൊക്കെ കാണുമ്പോ? ഭയങ്കര അഭിമാനം തോന്നിട്ട്. എന്താടാ പിന്നെ അല്ല എന്തെങ്ങനെയൊക്കെ പറയണേ? ഇന്നിപ്പോ ഇത് സ്വാഭാവികമായിട്ട് എല്ലാവരും ചെയ്യുന്നതാണ്. എന്റെ മുന്നേ തന്നെ ഒരു 10-23 പേര് ഇത് മലയാളത്തിൽ ചെയ്യുന്നുണ്ട്. ഒരു പ്രത്യേക ജീവിതല്ലേ. പുറം രാജ്യങ്ങളിലൊക്കെ ഈ ഒരു കാര്യത്തെ പ്രൊഫഷനായിട്ട് എടുക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു കാര്യം ഇന്ത്യയിൽ വരണം, പ്രൊഫഷൻ ആവണം എന്ന് എപ്പോഴെങ്കിലും തോന്നുന്നുണ്ടോ? റിസ്ക് എടുത്താലല്ലേ ലൈഫിൽ സക്സസ് ഉള്ളൂ. എടാ ഇത് ഇവിടെ പ്രൊഫഷൻ തന്നെയാണ്, പക്ഷെ ആളുകളെ വായ അതായത് അവരുടെ സംസാര രീതിയിലാണ് ഇത് ഒരു പ്രൊഫഷൻ അല്ലാണ്ട് പോകുന്നത്. എന്റെ 50 വർഷത്തേക്കുള്ള ഡീലുകളാ. ഇത് പ്രൊഫഷൻ തന്നെയാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇത് പ്രൊഫഷനാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് ആൾക്കാർ സമീപിക്കുന്നത്, സംസാരിക്കുന്നതൊക്കെ? നിളച്ചേച്ചി എന്ന് വിളിച്ചിട്ടാണ്. ഞങ്ങളുടെ അവിടെ പെണ്ണുങ്ങളെ ചേച്ചിന്ന് വിളിക്കാം. നിളച്ചേച്ചി ഒരു സെൽഫി എടുത്തോട്ടെ. ഞാൻ ചേച്ചിയുടെ ആരാധകനാ. പിന്നെ അപ്പാപ്പന്മാരൊക്കെ ഒന്നിങ്ങനെ നോക്കും. വയസ്സാകാലത്ത് പെമ്പിളരെ കാണുമ്പോ എന്താ ഇളക്കം? അവര് ഈ തേനിന്റെ പുറകെ ഇങ്ങനെ ഈച്ച നടക്കൂലേ, അതുപോലെ ഒന്ന് സർക്കിൾ ചെയ്ത് ഇങ്ങനെ പോവും. പക്ഷെ ആ തേനിൽ അവർക്ക് പിടിക്കാൻ പറ്റില്ല എന്ന് കാണുമ്പോ പിന്നെ അവരങ്ങ് പറന്നു പോകും. എല്ലാവർക്കും സന്തോഷമായല്ലോ, എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.